നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലയാള സിനിമയുടെ പ്രമുഖ നടൻ മമ്മൂട്ടിക്ക് ഇന്ന് 73-ാം പിറന്നാൾ. ജന്മദിനത്തിൽ മമ്മൂട്ടിയെ ഒരു നോക്ക് കാണാൻ അദ്ദേഹത്തിന്റെ കൊച്ചിയിലെ വീടിന്റെ മുന്നിൽ പാതിരാത്രിയിൽ തടിച്ചുകൂടിയ ഫാൻസ് ധാരാളമാണ്. മമ്മൂക്ക എന്ന മമ്മൂട്ടിയെ ഒന്ന് നേരിൽ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ആ വീടിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അവരുടെ മനസ്സിൽ നിറയുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും അപ്പുറത്താണ്. തനിക്കായി ഇത്രയും ദൂരം താണ്ടി വന്ന ഫാൻസിനെ നിരാശപ്പെടുത്താൻ മമ്മൂക്ക തയ്യാറായില്ല. കുടുംബത്തോടൊപ്പം കേക്ക് മുറിച്ചാണ് മമ്മൂട്ടി ഇക്കുറി പിറന്നാളിനെ വരവേറ്റത്. ദൃശ്യങ്ങൾ നോക്കിയാൽ മമ്മൂക്കയുടെ ഭാര്യ സുൽഫത്ത്, മകൻ ദുൽഖർ സൽമാൻ, കൊച്ചുമകൾ മറിയം എന്നിവരെ കാണാം. ദുൽഖറിന്റെ വായിലേക്ക് കേക്ക് വെച്ച് കൊടുക്കുന്ന അച്ഛനും കൊച്ചുമകൾ മറിയത്തിന് നിറകിൽ സ്നേഹചുംബനം കൊടുക്കുന്ന മുത്തശ്ശനും ഭാര്യയെ ചേർത്ത് നിർത്തി കേക്ക് മുറിക്കുന്ന ഭർത്താവിനെയും ഈ ചിത്രങ്ങളിൽ നിങ്ങൾക്ക് ഒന്നിച്ച് കാണാൻ സാധിക്കും. ഈ ദൃശ്യങ്ങൾ പുറത്തുകൂടി നിൽക്കുന്ന ആരാധകരിലേക്കും എത്തണ്ടേ? അതിനായി തൻ്റെ പിറന്നാൾ ആഘോഷങ്ങളുടെ സന്തോഷം മമ്മൂക്ക ഫാൻസിന് വേണ്ടി ലൈവ് വീഡിയോ കോളിൽ പങ്കിട്ട് നൽകി. മമ്മൂട്ടിയുടെ സന്തത സഹചാരികളിൽ ഒരാളായ രമേശ് പിഷാരടി അദ്ദേഹത്തിന് നേരം പുലരും മുൻപേ ജന്മദിനം ആഘോഷിച്ചവരിൽ ഉൾപ്പെടുന്നു. മമ്മൂട്ടിയുടെ അരികിൽ ചേർന്ന് നിന്ന് അദ്ദേഹത്തിൻ്റെ ഫോണിലെ കാഴ്ച ആസ്വദിക്കുന്ന തൻ്റെ ഏറ്റവും ഇളയ പുത്രൻ്റെ ചിത്രം കൂടി പങ്കിട്ടുകൊണ്ടാണ് രമേശ് പിഷാരടി മമ്മൂട്ടിക്ക് പിറന്നാൾ ആശംസകൾ അറിയിച്ചത്. മമ്മൂട്ടിയുടെ വീടിനുള്ളിൽ പ്രവേശനമുള്ള ചുരുക്കം ചില സുഹൃത്തുക്കളിൽ ഒരാളാണ് രമേശ് പിഷാരടി. ഇക്കുറി മമ്മൂട്ടിയുടെ ജന്മദിനത്തിൽ നിന്നും ഓണാഘോഷങ്ങളിലേക്ക് അധികം ദൂരമില്ല. ഓണക്കാലത്ത് അദ്ദേഹത്തിന് കാത്തിരുന്ന ചിത്രമായ ബസൂക്ക തിയേറ്ററിലെത്തുമെന്ന് വളരെ നേരത്തെ പ്രഖ്യാപനം വന്നതാണ്. ചിത്രത്തിൻ്റെതായി പുറത്തിറങ്ങിയ വീഡിയോ അത്ര കണ്ട പ്രതീക്ഷ നൽകുന്നതാണ്. എന്നാൽ സാഹചര്യം അനുകൂലമല്ലാത്തതോടെ ചിത്രം ഇപ്പോൾ മറ്റൊരു തീയതിയിലേക്ക് റിലീസ് മാറ്റിയിരിക്കുകയാണ്. ഒരു സൂപ്പർ താരത്തിൻ്റെ പോലും ചിത്രമില്ലാത്ത ഓണക്കാലമായിരിക്കുമോ നമുക്കിത് എന്ന ആശങ്കയും പ്രേക്ഷകർക്കേറെയുണ്ട്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ലുക്കുകൾ പകർത്തി ട്രെൻഡാക്കുന്ന ഒരു യുവതലമുറ തന്നെ നമ്മുടെ കേരളത്തിലുണ്ട്. അത് പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്നറിയില്ല. മകൻ ദുൽഖർ സൽമാന് പോലും ലുക്കിൻ്റെ കാര്യത്തിൽ മമ്മൂക്ക ഒരു കോമ്പറ്റീഷൻ അല്ലേ എന്ന് പലരും രഹസ്യമായി പറയുന്നുണ്ട്. അടുത്തിടെ പുറത്തിറങ്ങിയ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ പോലും മമ്മൂട്ടിയുടെ ചെറുപ്പത്തെ സൂചിപ്പിക്കുന്ന ഒരു ഡയലോഗ് ഉൾപ്പെടുത്തിയിരുന്നു. യൂത്ത് ഐക്കൺ പുരസ്കാരം മമ്മൂക്കയ്ക്കാണ് എന്ന് ഒരാൾ ഫോണിലൂടെ നടൻ നിവിൻ പോളിയുമായി സംസാരിക്കുന്ന ദൃശ്യം തിയേറ്ററിൽ നേടിയ കയ്യടി ചില്ലറയല്ല. ഇനിയും ഒരുപാട് നാൾ മമ്മൂക്ക ദീർഘായുസോടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മമ്മൂട്ടിക്ക് 1000 പിറന്നാൾ ആശംസകൾ.